നമ്മൾ വാഹനം ഇപ്പം വാഹനം നിലവിൽ കയറ്റത്ത് കിടക്കുകയാണ്. ഓൾറെഡി ഫസ്റ്റ് ഗിയറിലാണ് വാഹനം കിടക്കുന്നത്. അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് വലിച്ച് മേളിലേക്ക് ഇട്ടിട്ടുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വേണ്ടി ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുവാനായിട്ട് ആ ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് കയറ്റത്ത് എങ്ങനെ വളരെ എളുപ്പത്തിൽ വാഹനം എടുക്കുവാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ടും ഞാൻ ചെയ്യുന്ന വീഡിയോകളെല്ലാം പുതിയതായിട്ട് വാഹനം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള വീഡിയോകളാണ്. നിങ്ങൾ ഒരു വാഹനം കയറ്റത്തെടുക്കുമ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇട്ട് തന്നെ വാഹനം എടുക്കുവാനായിട്ട് ശ്രമിക്കുക. പുതിയതായിട്ട് വാഹനം ഓടിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് കയറ്റത്ത് വാഹനം എടുത്തുകൊണ്ട് പോകുവാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് ഇട്ട് തന്നെ വാഹനം എടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നമ്മൾ ഇപ്പം വാഹനം നിലവിൽ കയറ്റത്ത് കിടക്കുകയാണ്. ഓൾറെഡി ഫസ്റ്റ് ഗിയറിലാണ് വാഹനം കിടക്കുന്നത്. അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് വലിച്ച് മേളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ബ്രേക്ക് ഔട്ടുന്നു, ക്ലച്ച് ഔട്ടുന്നു, വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, വാഹനം സ്റ്റാർട്ടായി. ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുത്താലും വാഹനം പുറകോട്ട് പോകത്തില്ല. കാരണം ഓൾറെഡി വാഹനം ഹാൻഡ് ബ്രേക്കിലാണ് കിടക്കുന്നത്. ഇപ്പം ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് കാണിക്കാം. എൻ്റെ റൈറ്റ് സൈഡിലെ കാല് അനങ്ങുന്നുണ്ട്. ഞാൻ ബ്രേക്കിൽ നിന്ന് മൊത്തത്തിൽ കാലെടുത്ത് മാറ്റിയേക്കുകയാണ്. ഇപ്പോൾ വാഹനം പുറകോട്ട് പോകുന്നില്ല. കാരണം ഹാൻഡ് ബ്രേക്കിലാണ് വാഹനം കിടക്കുന്നത്. ഇനി ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ബ്രേക്കിൽ നിന്നെടുത്ത കാലെടുത്ത് ആക്സിലേറ്റർ മുന്നോട്ട് കൊടുക്കുക. ചെറുതായിട്ട് ആക്സിലേറ്റർ മുന്നോട്ട് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ക്ലച്ചിൽ നിന്ന് കാലയക്കുക. ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ആക്സിലേറ്റർ മുന്നോട്ട് കൊടുത്തു, ക്ലച്ചിൽ നിന്ന് കാല് മെല്ലെ അയച്ചു. ഇപ്പോൾ വാഹനം മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നേക്കുകയാണ്. പക്ഷെങ്കിൽ ഹാൻഡ് ബ്രേക്ക് കിടക്കുന്നതുകൊണ്ട് വാഹനം മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ വാഹനത്തിന് മുന്നോട്ട് പോകേണ്ട ഒരു സിറ്റുവേഷനിലാണ് വാഹനം കിടക്കുന്നത്. അവിടെ തന്നെ നമ്മൾ ക്ലച്ചെ കാല് വെച്ചേക്കുക. അതുപോലെ തന്നെ ആക്സിലേറ്ററും കാല് വെച്ചേക്കുക. വീണ്ടും ക്ലച്ചിൽ നിന്ന് കാലയക്കുവാനോ ആക്സിലേറ്റർ കൂടുതൽ കൊടുക്കുവാനോ പാടില്ല. ഈ അളവിൽ തന്നെ കാല് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്തു. കണ്ടോ, വണ്ടി മുന്നോട്ട് നീങ്ങിയത് കണ്ടോ. ഓക്കെ, ഇനി വീണ്ടും ഞാൻ ആക്സിലേറ്റർ കൊടുക്കുക. ക്ലച്ചിൽ നിന്ന് കാല് മെല്ലെ അയക്കുകയും ചെയ്യുമ്പോൾ വാഹനം വളരെ സിമ്പിളായിട്ട് കയറ്റത്ത് നമുക്ക് എടുത്തുകൊണ്ട് പോകുവാനായിട്ട് സാധിക്കും. പുതിയതായിട്ട് വാഹനം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഈ ഒരു തരത്തിൽ ശ്രമിച്ചാൽ നിങ്ങൾക്ക് വാഹനം വളരെ നല്ല രീതിയിൽ തന്നെ കയറ്റത്തെടുത്തുകൊണ്ട് പോകുവാനായിട്ട് സാധിക്കും. ഇത് നിങ്ങൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഇങ്ങനെ ചെയ്യുക. അല്ലാത്ത സാഹചര്യങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നോർമലായിട്ട് നമ്മൾ കയറ്റത്ത് എങ്ങനെയാണോ വാഹനം എടുക്കുന്നത് ആ രീതിയിൽ തന്നെ വാഹനം എടുത്ത് പഠിക്കുക. നോർമലായിട്ട് എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് ഞാൻ ഇതിനു മുന്നേ ഉള്ള വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് ഇട്ട് കയറ്റത്ത് വാഹനം എടുക്കുന്നതിൽ തെറ്റില്ല. പ്രധാനമായിട്ടും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, പുതിയതായിട്ട് വാഹനം പഠിക്കുന്ന ഒരാൾ കയറ്റത്ത് പോയി പെട്ടെന്ന് വണ്ടി ഓഫായി പോയി വാഹനം എടുത്തുകൊണ്ട് പോകുവാനുള്ള ബുദ്ധിമുട്ട് വന്നാൽ അവർക്ക് ഉള്ള ഒരു പരിഹാരത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വേണ്ടി ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുവാനായിട്ട് ആ ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക.